ഒരു പിടിയാവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരകത്തേടി, ഗുരുവായൂർ കണ്ണനെ തേടി. ഒരു പിടിയാവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരകത്തേടി, ഗുരുവായൂർ കണ്ണനെ തേടി. അഭിഷേകവേളയാണെങ്കിലും നീയപ്പോൾ അടിയനു വേണ്ടി നട തുറന്നു. അഭിഷേകവേളയാണെങ്കിലും നീയപ്പോൾ അടിയനു വേണ്ടി നട തുറന്നു. 1000 മണിയൊച്ചയെതിരേറ്റു എന്നെ അവിടുത്തെ കാരുണ്യമെതിരേറ്റു, അവിടുത്തെ കാരുണ്യമെതിരേറ്റു. ഒരു പിടിയാവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരകത്തേടി, ഗുരുവായൂർ കണ്ണനെ തേടി. ഓലക്കുടയിൽ നിൻ പീലി കണ്ണെന്തിനു നീ പണ്ടു പണ്ടേ മറന്നു വച്ചു. ഓലക്കുടയിൽ നിൻ പീലി കണ്ണെന്തിനു നീ പണ്ടു പണ്ടേ മറന്നു വച്ചു. സംഗീതരംഭങ്ങളൊമ്പതും കൂടി നീ എന്തിനൻ മെയ്യിൽ ഒളിച്ചു വച്ചു. നിനക്ക് വേണ്ടേ ഒന്നും നിനക്ക് വേണ്ടേ. ഒരു പിടിയാവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരകത്തേടി, ഗുരുവായൂർ കണ്ണനെ തേടി. എൻ മിഴിനീരിലെ നാമജപങ്ങളെ പുണ്യമാം തീരത്തണച്ചവനെ, എൻ മിഴിനീരിലെ നാമജപങ്ങളെ പുണ്യമാം തീരത്തണച്ചവനെ. ചിറകിൽ ചിതഗ്നിയായി കാട്ടിലലഞ്ഞപ്പോൾ വിധിയോടൊളിച്ചു കളിച്ചവനെ, എൻ്റെ ദൈവം ഭവാനെൻ്റെ ദൈവം. ഒരു പിടിയാവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരകത്തേടി, ഗുരുവായൂർ കണ്ണനെ തേടി, ഗുരുവായൂർ കണ്ണനെ തേടി. മണിയുടെ പാട്ട് അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. 4 വരി വേണേ പാടാം. 4 വരി അറിയുള്ളൂ. ആലങ്ങാട്ടങ്ങാടി കാള കളിക്കുമ്പോ പ്രായം ചെറുതാടിയേ പെണ്ണെ, താലം പിടിച്ചു നടക്കണ പ്രായത്തിൽ ആരു ചതിച്ചതാടി പെണ്ണെ, ആരു ചതിച്ചതാടി. ആലങ്ങാട്ടങ്ങാടി കാള കളിക്കുമ്പോ പ്രായം ചെറുതാടിയേ പെണ്ണെ, താലം പിടിച്ചു നടക്കണ പ്രായത്തിൽ ആരു ചതിച്ചതാടി പെണ്ണെ, ആരു ചതിച്ചതാടി. അറിയുള്ളൂ. ചേട്ടാ, ഈ DAD സെന്ററിലേക്ക് ഇപ്പൊ ഇവിടെ വന്നിട്ട് ചേട്ടൻ ഇപ്പൊ എന്താണ് ഈ DAD സെന്ററിനെ പറ്റി പറയാനുള്ളത്? വളരെ സ്നേഹം ഉള്ള ആൾക്കാരുകളും എല്ലാവരും നമ്മളെ ഈ ഒരു രോഗിയെന്ന ഉപരി ഒരു സുഹൃത്തിനെ പോലെ കാണുന്ന ഒരു ആശുപത്രിയായിട്ട് തോന്നിയില്ല, ഒരു വീട് പോലെ തോന്നിയത്. അത്ര എല്ലാവരും നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ ഇവിടേക്ക് വരാനായിട്ടുള്ള ഒരു ഇത് എങ്ങനെയായിരുന്നു നിമിത്തം വന്നത്? എനിക്ക് നിമിത്തം വന്നത് ഈ രാജു സാറായിട്ടാണ്. വഴിയിൽ വെച്ച് കണ്ട് അപ്പൊ ആള് ഒരു കള്ളിമുണ്ടും ഒക്കെ എടുത്ത് കടയിലേക്ക് പോവാ. അപ്പൊ വിൽസാട്ട നമുക്കൊരു 10 ദിവസം വന്ന് കിടക്കണം എന്ന് പറഞ്ഞു, പെരുന്നാളിന് മുന്നേ. അപ്പൊ ഞാൻ ആളെ 100 രൂപ മേടിച്ചു, കള്ളു കുടിക്കാൻ തന്നെ. അപ്പോഴും മേടിച്ചു. അപ്പൊ എന്നിട്ട് പറഞ്ഞു ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ വരാം. പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ സാറിന്റെ വീട്ടിലേക്ക് ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ ആൾ പറഞ്ഞു നാളെ പോകാം നമുക്ക്, ചൊവ്വാഴ്ച. അങ്ങനെ ചൊവ്വാഴ്ച ഞങ്ങൾ ആളെന്നെ കൊണ്ടുവന്നാക്കിയ ഒരു മെമ്പറും ഉണ്ടായിരുന്നു കൂടെ, എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. ഞാനും ഭാര്യയും കൂടിയിട്ട് അങ്ങനെ ഒരു 8 ദിവസം ഇവിടെ നിന്നു. പിന്നെ 8 ദിവസം മരുന്ന് മേടിച്ചു കൊണ്ടുപോയി കഴിച്ചു. ഇപ്പം ഇന്ന് ആളെന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ പ്രചോദനം ഇത് രാജു സാറാണ്. ഇനി കുടിക്കാനായിട്ട് ഞാൻ അറിയുന്ന കാശ് മേടിക്കൂല, ഇനി കുടിയില്ല, ഇനി നമുക്ക് ലഹരി സംഗീതം. MG ശ്രീകുമാറിനെ കാണണം, അത്ര എൻ്റെ പ്രധാനമായിട്ടുള്ള ആഗ്രഹം. നമ്മുടെ ചാലക്കുടി വിമുക്തി DAD സെന്ററിൽ നമ്മുടെ എക്സൈസ് വകുപ്പിന്റെ ആരോഗ്യ വകുപ്പിന്റെയും സംയുക്ത സഹകരണത്തോടെ നടത്തുന്ന വിമുക്തി DAD സെന്ററിൽ നമ്മുടെ നാട്ടിലെ ലഹരിക്ക് അറിഞ്ഞോ അറിയാതെയോ അടിമപ്പെട്ട കണ്ണീരായിട്ട്, കരയുന്ന കണ്ണീരായിട്ട് വിഷമിച്ചു വരുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്.
അവർക്ക് ആ കണ്ണീര് മാറ്റിക്കൊണ്ട് അവരുടെ കുടുംബത്തിന് ഒരു പുഞ്ചിരി തൂകാൻ പറ്റിയതിൽ ഒരു കുടുംബമാണ് ശ്രീ വിൽസേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. അതുപോലെ നിരവധി കുടുംബങ്ങളോട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ നമുക്ക് നമ്മുടെ ഇവിടുത്തെ സീനിയർ സൈക്കാട്രിസ്റ്റായ പീറ്റർ സാറിൻ്റെയും അതുപോലെ തന്നെ ഡോക്ടർ അനുപ്രിയ മാഡം, അതുപോലെ തന്നെ സൈക്കാട്രി സോഷ്യൽ വർക്കർ, സൈക്കോളജിസ്റ്റ് എല്ലാവരുടെയും വലിയൊരു പിന്തുണയോട് കൂടി ഒരുപാട് ആൾക്കാർ ലഹരിക്ക് മോചനം നടന്നു വരുന്നുണ്ട്. അത് എക്സൈസിനെ സംബന്ധിച്ചും എന്നെ സംബന്ധിച്ചും വലിയൊരു നേട്ടമായിട്ടാണ് കണക്കൂട്ടുന്നത്. വളരെ സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ. ഞാൻ വിൽസേട്ടനെ കാണുമ്പോൾ വിൽസേട്ടൻ വളരെ വളരെ മോശമായ രീതിയിലായിരുന്നു. അദ്ദേഹത്തിനെ കണ്ട് പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായ അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിനെ നിർത്തണമെന്ന് അതിയായി ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി കൂടെയുണ്ട്. അവർക്ക് നല്ലൊരു സന്തോഷപരമായ നിമിഷങ്ങളും നല്ല സന്തോഷപരമായ കുടുംബങ്ങളും ഉണ്ടാവണമെന്നാണ് എനിക്ക് പ്രാർത്ഥന.